US ഇൻഡീസസുകളെല്ലാം ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം ട്രംപിന്റെ 25% താരിഫ് ഓട്ടോ, പ്രത്യേകിച്ച് കാർ, യൂറോപ്പിൽ നിന്നൊക്കെ മറ്റും ഇറക്കുമതി ചെയ്യുന്ന കാറിന് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് പൊതുവെ എല്ലാ വിപണികളും ഇന്നലെ മൈനസിലാണ് ക്ലോസ് ചെയ്തത്. US ഇന്നലെ മൈനസിൽ ക്ലോസ് ചെയ്തതിനെ തുടർന്ന് ഏഷ്യൻ വിപണികളും ഇന്ന് മൈനസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. GNX നിഫ്റ്റി ഒരല്പം നെഗറ്റീവ് ഫ്ലാറ്റിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡോയ്ഷെ ബാങ്ക് പോലുള്ള പല ബാങ്കുകളും റിസഷൻ വരുമോ എന്നുള്ളൊരു സർവേ നടത്തിയത്. ഏതാണ്ട് 50%ഓളം റിസഷന് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. മറ്റു പല ബാങ്കുകളും ഏജൻസികളും ഇതേപ്പറ്റി സർവേ നടത്തിയിരുന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും സർവേ അതിനുള്ള പെർസെൻറ്റേജ്, റിസഷനുള്ള പെർസെൻറ്റേജ് കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൂടാതെ തന്നെ ഇന്ന് അമേരിക്കയിലെ GDP ഡേറ്റ, വീക്ക്ലി ജോബ് ഡേറ്റ, സെയിൽസ് ഡേറ്റ എന്നീ ഡേറ്റകളും ഇന്ന് വരാനുണ്ട്. മാർച്ച് 2-ാം തീയതിയാണ് ഈ റെസിപ്രോക്കൽ താരിഫിനെ പറ്റിയുള്ള പ്രഖ്യാപനം ഉണ്ടെന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 7 ദിവസമായിട്ട് പോസിറ്റീവായിട്ടുള്ള മാർക്കറ്റ് ഇന്ന് നെഗറ്റീവാണ്. ഒന്ന്, ഈ ട്രംപിന്റെ താരിഫിനെ പറ്റിയുള്ള ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. മെയ് 29 വരെ ഇതേ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അമേരിക്കൻ പ്രോഡക്റ്റുകൾക്ക് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി, അതിനുള്ള താരിഫുകൾ കുറയ്ക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഓട്ടോ ഒഴിച്ച് ബാക്കി എല്ലാ സെക്ടറുകളും മൈനസിലാണ് ക്ലോസ് ചെയ്തത്. മറ്റൊന്ന്, രൂപ വീണ്ടും ശക്തി ആർജിക്കുന്നുണ്ട്. വിദേശ ഫണ്ടുകളുടെ ഇങ്ങോട്ടുള്ള ഒഴുക്ക് മൂലമൊക്കെയാണ് രൂപ സ്ട്രോങ് ആവുന്നത്. മറ്റൊന്ന്, എഫാൻഡോ ഇന്ന് ക്ലോസിംഗ് ആണ്. കൂടാതെ നിഫ്റ്റി ഇന്ന് റീബാലൻസിങ്ങിന് ഉള്ള ദിവസമാണ്. ഇന്ന് 1-2 ദിവസങ്ങൾ ഈ റീബാലൻസിങ്ങിന് വേണ്ടിയിട്ട് പോയേക്കാം. അതിനകത്ത് നിഫ്റ്റിയിലേക്ക് ജിയോയും സൊമാറ്റോയും വരുന്നു. BPCയിലും ബ്രിട്ടാനിയയും പുറത്തു പോകുന്നു. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലും നെക്സ്റ്റ് 50യിലും എല്ലാം ഇതുപോലെ ഒരു റീബാലൻസിംഗ് ഉണ്ട്. HDFC, റിലയൻസ്, ICICI ബാങ്ക്, ഇൻഫോസിസ്, ബജാജ് ഫിനാൻസ് ഇതിന്റെയൊക്കെ വെയിറ്റേജ് കുറയ്ക്കുന്നുണ്ട്. ഗ്രാസിം, അദാനി എന്റർപ്രൈസസ്, സിപ്ല, അൾട്രാടെക്സിന്റെ ഇതിന്റെയൊക്കെ വെയിറ്റേജ് കൂട്ടുന്നതിനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. അപ്പോൾ ചില സ്റ്റോക്കുകളിലേക്ക് ഫണ്ട് വരികയും ചില സ്റ്റോക്കുകളിലേക്ക് ഫണ്ട് പോകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഏതാണ്ട് 3000 കോടി രൂപയ്ക്ക് മുകളിലാണ് സൊമാറ്റോയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ജിയോ 1700 കോടി രൂപയാണ്. നിഫ്റ്റിയിലെ മറ്റ് റീബാലൻസിംഗ് അല്ലാതെ 2000 കോടി രൂപയ്ക്ക് അടുത്ത് വരും. ഇതാണ് പ്രധാനപ്പെട്ട നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള വാർത്തകൾ. ഇനി മറ്റു വാർത്തകൾ, സ്പെക്ട്രം ഉപയോഗിക്കാനായിട്ട് കേന്ദ്ര സർക്കാരിന്റെ അതിലുള്ള ചാർജുകൾ ഒഴിവാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. മറ്റൊന്ന്, UK ഫിനിക്സ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് വിപ്രോ ഏതാണ്ട് 500 ദശലക്ഷം പൗണ്ടിന്റെ ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്. പല കമ്പനികളിലും, ഇപ്പോൾ JB കെമിക്കൽസ് പോലുള്ള പല കമ്പനികളിലും പ്രൊമോട്ടർമാർ സ്റ്റേക്ക് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. പ്രോഫിറ്റ് ബുക്കിങ്ങിനും ടാക്സ് ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സെല്ലിങ്ങിനുള്ള ഒരു സാധ്യത നമ്മൾ മുമ്പിൽ കണ്ടിട്ട് ഇന്ന് ട്രേഡ് ചെയ്യാവും.